എന്നിട്ട് ഈ അനാക്കോണ്ടേക്കുള്ള സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. അത്രയില്ല എന്നാലും ചെറുതായിട്ട്. ഹേ ഗായ്സ്, അപ്പം നമ്മൾ കുറച്ചധികം നാളായി വിചാരിക്കണം ഒരു യൂട്യൂബ് വ്ളോഗ് എടുക്കണം എന്ന്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. നമ്മളിന്ന് പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം കുമ്പളങ്ങി നൈറ്റ്സും അതുപോലെ തന്നെ കവരും വരാറുള്ള കുമ്പളങ്ങിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാണ്. കസിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി. അവിടുത്തെ വ്യൂ ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. പോകുന്ന വഴി രണ്ട് സൈഡും കെട്ടാണ്. ഇവിടെയാണ് കക്ക വീണിട്ടുള്ളത്, അതുപോലെ തന്നെ ചെമ്മീനും കരിമീനും. ഏകദേശം ഞങ്ങളൊരു 8 മണി 8:15 ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. ഈ വഴി ബൈക്കിന് ഫസ്റ്റ് ടൈം പോണവർക്ക് ഉള്ളിലൊരു പേടിയുണ്ടാവും. സ്ഥിരം പോണവർക്ക് അതൊരു ശീലമാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കസിൻ്റെ വീട് അപ്പോൾ ഈ വഴിയുടെ ഏറ്റവും അറ്റത്താണ്. ഇങ്ങനെ പോയി ആ വഴിയുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണത്. അവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 2 മിനിറ്റത്തെ നടത്തമാണ് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കുള്ളത്. നമ്മൾ എന്തായാലും അവിടുത്തെ പ്ലേസ് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ കൂടി എക്സ്പ്ലോർ ചെയ്യൂ കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ കണ്ടത്തിലേക്ക് എടുത്ത് ചാടി. അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്ക വറക്കലാണ്. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കണ്ടപ്പോഴത്തേക്കും ദേ കുട്ടീസിന് തുടങ്ങി കരച്ചിൽ. അപ്പം ദേ ചെക്കന്മാരെ കൊണ്ടുതന്നെയാണ് വഞ്ചിയിൽ. കുറച്ചു നേരം വഞ്ചിയിലിരുന്ന് അവർ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പം ദേ ചെക്കന്മാർക്കും തുടങ്ങി, അവർക്കും വെള്ളത്തിലിറങ്ങണമെന്ന്. അങ്ങനെ അവരെയും വെള്ളത്തിലിറക്കി. അവർ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മതിയായപ്പോഴത്തേക്കും ദേ സുധാമയുടെ ഒപ്പം പോണേട്ടാ ചെക്കന്മാർ കരയിലേക്ക്. ഇത് ഞങ്ങൾ വാരിയൊക്കെയാണ് ഗായ്സ്. അത് കക്ക വർക്കായിട്ടുള്ള വെള്ളത്തിൽ കിടന്നുള്ള അഭ്യാസമാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. അപ്പം തേനാ സരിചേട്ടൻ എന്താ സ്കില്ലറിയാന്ന് പറഞ്ഞിട്ട് ആ സ്കില്ലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നിറയെ വെള്ളമുണ്ടെന്ന്. പക്ഷേങ്കിലും മുട്ടോളം വെള്ളമേ ഉള്ളൂ. വാവകൾ എണീറ്റ് നിന്നാൽ പോലും അവരുടെ പകുതിയേ വെള്ളം ഉണ്ടാവുള്ളൂ. ചേട്ടൻ്റെ ആദ്യം കയറി നിന്നിട്ട് കുമ്പളങ്ങിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കരയിലേക്ക് കയറുന്നതാണ്. എല്ലാവരും കരയിൽ കയറി കഴിഞ്ഞിട്ട് ഇതേ സായി മാത്രം വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കണേ. സായിക്ക് പിന്നെ വെള്ളം കണ്ടാൽ ഭയങ്കര ക്രേസാണ്. കുളിച്ചെല്ലാവരും ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി പോണേണ്. പക്ഷേ ഇൻട്രോ മാത്രം എടുക്കാൻ പറ്റിയില്ല. അവിടെ അപേക്ഷിച്ച് ഇവിടത്തെ കക്കവരലിന് എന്തോ പ്രത്യേകത? കക്ക വാരണ മാത്രമല്ല, കക്ക ഇങ്ങനെ വേറെ തിരിച്ചെടുത്തിട്ടുണ്ടോ? കക്ക കിലിക്കി എടുക്കണത് ഇവിടെ വന്നിട്ടാണ് അമ്മുചേച്ചി ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. എന്നാ ഫസ്റ്റ് നമ്മള് കക്ക വാരും, കൊറേ എല്ലാരും കൂടി തപ്പിയെടുക്കും കക്ക. ഇവരെല്ലാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടാം. അത് കഴിഞ്ഞിട്ട് ആ കക്കയില് ഇത്തലും ഉണ്ടാവും, നല്ല കക്ക ഉണ്ടാവും. അത് നമ്മള് വേർതിരിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നല്ല കക്ക കൊണ്ട് നമ്മള് പുഴുങ്ങാനിടും. പുഴുങ്ങേനെ മനു കുഴപ്പമില്ലല്ലോ. വെള്ളം വന്നോണ്ടിരിക്കുന്നത് ഇവിടെ വീണ ചത്ത് കാണിച്ചു കൊടുത്തോ വേണമെങ്കിൽ. ഇവിടെ വീണ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കക്കയില് പുഴുങ്ങും. പുഴുങ്ങി എടുത്തിട്ട് നമ്മളിങ്ങനെ കിലുക്കി എടുക്കും. അതപ്പോ പെട്ടെന്ന് പണി കഴിയും. നമ്മള് സാധാരണ ഇങ്ങനെ പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് മാംസം എടുക്കലല്ലേ പതിവ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇങ്ങനെ കിലുക്കി ഒറ്റയടിക്കാം. കിട്ടിയില്ല. ഞാൻ എങ്ങനെയുണ്ട്? നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഈ പറമ്പിലാട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്, എല്ലാവരും പിന്നെ വേറെ സൈഡിൽ കളിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റാണ്. നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നിരിക്കാനായിട്ട്. അയ്യോ
ഇപ്പൊ പോണത് ഏകദേശം നല്ല ആഴത്തിൽ കൂടിയാണെന്ന് തോന്നണല്ലേ. ഞങ്ങളെ പറ്റിച്ചു കൊണ്ടുവന്നേക്കണം. ഇവിടെ വെള്ളമില്ല, ഇതുവരെ മുട്ടോളം ആഴുണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല ആഴുണ്ടെന്നാണ്. കാരണം വഞ്ചിക്കൊരു സൈഡ് വലിവുണ്ടോ, സൈഡാട്ടം ഉണ്ടോ? അയ്യോ മനു ഓക്കെ അല്ലേടാ? എനിക്കങ്ങനെ ഇവിടെ ലോഡ് കൂടുതലായിരിക്കും. ഇതുവരെ പ്രശ്നമില്ല. അമ്മുച്ചേച്ചിയാണ് ഒരു സൈഡ് ആര് കണ്ട കപ്പയും പുഴുക്കൊക്കെ തിന്നിട്ടുണ്ടല്ലോ. ഞാനാണ് തോന്നുന്നു കൂടുതൽ ചായ കുടിച്ചത്, അതുകൊണ്ടായിരിക്കും. ആട്ടുമുണ്ട് ആട്ടുമുണ്ട്. ആ കാറ്റിന്റെ ദിശ പിടിക്കണ നല്ല വ്യൂ ആട്ടോ. നല്ല രസമുണ്ട്. പുറകിലൊക്കെ നോക്കി നല്ല രസമുണ്ട്. അടിപൊളി. കാണാൻ മാത്രമേ രസമുള്ളൂ, പക്ഷെ പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. വലിയ വഞ്ചിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുഴപ്പമുണ്ട്. ഏത് ബോട്ടാ? വലിയ വഞ്ചിയില്ലടാ. അത് മറ്റേ ഇതിലിറങ്ങാൻ പറ്റുള്ളൂ, കടലില്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അടി ഇടിക്കും. നമ്മളന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതിലാണ് മനു പോയത്. മറ്റേ ഷാമു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലേടാ? എല്ലാരും കൂടി ഇവരൊക്കെ ഞങ്ങള് ഇടക്കിടക്ക് വരാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം ഇത്തിരി ലേറ്റ് ആയല്ലേ ആരാ ഞങ്ങൾ വന്നത്. ആ ഞങ്ങള് ലേറ്റ് ആയി. ഇല്ല ഞാൻ 4 വർഷമായി വന്നിട്ട്. ഞാൻ ഭാവിയായിട്ട് പിന്നെ വന്നിട്ട്. ഞങ്ങക്ക് ഇവിടെ കവരയെ കാണിക്കാനത് മനുച്ചേട്ടനാണ്. ഇവിടെയാണ് കവര് വരുന്നത്. ഇവിടെ അല്ല കവര് തന്നെ, ഇവിടെ ഇവിടെ കവര് വരുമോ? ഇവിടെ കവര് വരും. അത് രാത്രി തന്നെ പക്ഷെ കാണാനായിട്ട്. ഇനിയും വരും, പക്ഷെ ഈ മഴ ഇന്നലെ പെയ്തില്ല മഴ. മഴ പെയ്യണ സമയത്ത് കവർ ഉണ്ടാവില്ല, അല്ലാത്ത സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കവർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആകെടി. വഞ്ചിക്ക് സ്പീഡ് കൂടിട്ടാ. ഇത് കാറ്റിന്റെ ദിശയിലേക്ക് പോണ. കാറ്റ് നമ്മുടെ സ്പീഡ് കൂടി. ഇപ്പൊ 220 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വേണമായിരുന്നല്ലേ, ഇങ്ങനെ മൂടി നിക്കണമായിരുന്നു. അതും ഗുഹ പോലെയോ? ഈ അനാകൊണ്ടേക്കുള്ള സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. അത്ര ഉണ്ടാ? അത്രയില്ല, എന്നാലും ചെറുതായിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്ക് പേടി തോന്നണില്ല, പക്ഷെ നല്ല പക്ഷെ ഉള്ളിന്ന് അമ്മേ നാരായണ നമ്മുടെ അയൽവാസികൾ വരുന്നുണ്ട്. ഇവരാണ് ഫസ്റ്റ് ഇറങ്ങിയത് കേട്ടോ, പക്ഷെ തള്ളിവിടേച്ചി. അയ്യോടാ വണ്ടി അടിത്തറാ. സ്കില്ലാണ് കേട്ടോ. അവൻ കാലിട്ടിട്ട് മീൻ തപ്പി എടുക്കണം. അതിന്റെ ഇടയിൽ വഞ്ചിടിക്കാൻ വന്നപ്പോഴത്തേക്കും വീഡിയോ വേണ്ട, അങ്ങനെ പറ. വലിയ കുത്ത കണ്ട കൂർത്തിരിക്കണ കണ്ട. പിന്നെ നിങ്ങൾ പറ. അത് റെസ്പിറേഷൻ. റെസ്പിറേഷൻ അതിന്റെ മലയാളം മീനിങ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദീർഘശ്വാസം ശ്വസിക്കാനായിട്ട്. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ പഠിച്ചത്? നീയാ? ഞാൻ ഒന്നുമല്ല, ഞാൻ എല്ലാം പഠിക്കും. എന്താണ് നിനക്ക് പറയാനുള്ള? ഈ വഞ്ചി തെറ്റായിട്ട് തുഴയുമ്പോ തെറ്റായിട്ട് ഓടിക്കാനല്ല, വഞ്ചി ഓടിക്കാനൊരു നാക്കുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് റെഡി ആക്കണ്ട. ഇപ്പൊ നോർമൽ ആയിട്ടല്ലേ പോണേ. ശരി, നന്നായിട്ടുണ്ട്. ഇവൻ കൊറേ പ്രാവശ്യം കൊണ്ട് ഇടിപ്പിച്ച് ഞങ്ങള്. അത് ഞാൻ ആദ്യമായിട്ടല്ലേ വഞ്ചി വഴിയാണ്. വഞ്ചി കഴിയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് മോള് കരയണ്ട, ചിറ്റുണ്ട് രക്ഷിക്കാട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവക്ക് മാത്രമേ നീന്തൽ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് ഫ്രണ്ടിൽ കയറി ഇരിക്കണേ. കണ്ട ഇവൻ കാടിന്റെ ഇടയ്ക്ക് കൊണ്ടോണേ. ചുറ്റിനുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുമ്പളങ്ങി വ്ളോഗ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.